നമസ്കാരം. പ്രവാസ ലോകത്തെ പ്രധാനപ്പെട്ട 50 വാർത്തകളുമായി പ്രവാസി സർവ്വ വാർത്ത ആരംഭിക്കുന്നു. സ്വാഗതം. സൗദിയിൽ നിന്നും വിദേശികൾക്ക് നാട്ടിൽ പോകുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ച ഔദ പദ്ധതി സൗദിയിൽ നിയമപരമായി താമസിക്കുന്നവർക്ക് മാത്രമാണെന്ന് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. അനധികൃത താമസക്കാർക്കും നിയമലംഘകർക്കും ഔദ പദ്ധതി വഴി നാട്ടിൽ പോകാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. കോവിഡ് സാഹചര്യത്തിൽ അടച്ചിട്ടിരുന്ന UAEയിലെ ആരാധനാലയങ്ങൾ ഇന്നു മുതൽ തുറന്നു. കോവിഡ് സുരക്ഷാ നടപടികൾ കർശനമാക്കി നടപ്പാക്കിക്കൊണ്ടാണ് ആരാധനാലയങ്ങൾ തുറന്നത്. 30% പേർക്ക് മാത്രമാണ് പള്ളികളിലേക്ക് പ്രവേശനം ഉണ്ടാകുക. എന്നാൽ മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ജുമാ നമസ്കാരം പള്ളികളിൽ ഉണ്ടാവില്ല. കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിൽ വിദേശികൾക്ക് പകരമായി സ്വദേശികളെ നിയമിക്കുന്നതിന്റെ ഭാഗമായി 500-ലധികം വിദേശ ജോലിക്കാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. അടുത്ത വർഷത്തോടുകൂടി മുനിസിപ്പാലിറ്റിയിൽ നിന്നും പൂർണ്ണമായി വിദേശികളെ ഒഴിവാക്കുമെന്നാണ് സൂചന. ഖത്തറിൽ പ്രവാസി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിധികൾ വേഗത്തിലാക്കുവാൻ പുതിയ ജുഡീഷ്യൽ എക്സിക്യൂഷൻ ഓഫീസ് തുറന്നതായി അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ഭരണനിർവഹണ, വികസന, തൊഴിൽ, സാമൂഹികകാര്യ മന്ത്രാലയവും സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും ചേർന്നാണ് പുതിയ ഓഫീസുകൾ തുറക്കുന്നത്. സൗദിയിൽ നിന്നും വിദേശികൾ അയക്കുന്ന പണത്തിൽ കഴിഞ്ഞ മാസം വർധനവ് രേഖപ്പെടുത്തിയതായി സൗദി മോണിറ്ററിംഗ് അതോറിറ്റി അറിയിച്ചു. 2019 മെയ് മാസത്തെ അപേക്ഷിച്ച് 18% വർധനവാണ് രേഖപ്പെടുത്തിയത്. 11.83 ബില്യൺ റിയാലാണ് മെയ് മാസത്തിൽ വിദേശികൾ അയച്ചത്. ബഹ്റിനെയും സൗദിയെയും ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ് വേ ജൂലൈ 27 വീണ്ടും യാത്രക്കാർക്കായി തുറന്നുകൊടുക്കുമെന്ന് ബഹ്റിൻ അറിയിച്ചു. കോവിഡ്-19 തുടർന്ന് മാർച്ച് 7 കോസ് വേ അടച്ചത്. ഖത്തർ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. പ്രവൃത്തി സമയം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ജൂലൈ 5 മുതൽ പുതിയ പ്രവർത്തന സമയം പ്രാബല്യത്തിൽ എന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് കഴിഞ്ഞ ആഴ്ച പ്രവർത്തനം ആരംഭിച്ചതു മുതൽ 60,000 വാഹന രജിസ്ട്രേഷനുകൾ പുതുക്കി നൽകിയതായി പൊതുഗതാഗത വകുപ്പ് അറിയിച്ചു. സ്വദേശികൾക്കും വിദേശികൾക്കുമായി ഓൺലൈനായി പുതുക്കിയ 20,000 ഡ്രൈവിംഗ് ലൈസൻസുകളും വിതരണം ചെയ്തിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് 12 മുതൽ ഈ വർഷം അവസാനം വരെ എല്ലാ വാഹനങ്ങളെയും സാങ്കേതിക പരിശോധനയിൽ നിന്നും നേരത്തെ ഒഴിവാക്കിയിരുന്നു. ഒമാനിൽ സന്ദർശക എക്സ്പ്രസ് വിസകളിൽ എത്തി കുടുങ്ങിക്കിടക്കുന്നവർ വിസ കാലാവധി പുതുക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ബുധനാഴ്ച മുതൽ ഓൺലൈനിൽ വിസ പുതുക്കാൻ സൗകര്യമുണ്ടാകും. സാധാരണ വിസ കാലാവധി പുതുക്കുന്നതിനുള്ള ഫീസ് നൽകണം. വിസ പുതുക്കുന്നതിന് ആരും റോയൽ ഒമാൻ പോലീസിന്റെ സേവന കേന്ദ്രത്തിൽ എത്തേണ്ട ആവശ്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്തവരുടെ വിസകൾ ജൂൺ 30 വരെ സൗജന്യമായി പുതുക്കി നൽകിയിരുന്നു. ബഹ്റൈനിൽ തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമ നിയമം ഇന്നു മുതൽ ആരംഭിക്കുന്നു. തൊഴിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള സൂര്യാഘാതം നേരിട്ടേൽക്കുന്ന ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് 12 മുതൽ 4 മണി വരെയാണ് വിശ്രമ സമയം. ഈ സമയത്ത് പുറം സ്ഥലങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്. ഒമാനിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. ആലപ്പുഴ സ്വദേശി ജസ്റ്റിനാണ് മരിച്ചത്. 10 വർഷത്തിലധികമായി മോഡേൺ സ്റ്റീൽ മിൽസ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. UAEയിലെ പ്രമുഖ സാംസ്കാരിക കൂട്ടായ്മയായ ഓർമ്മയുടെ 2ാം ഘട്ട വിമാനം ജൂലൈ 4 പുറപ്പെടും. ദുബായിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ 500 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തികച്ചും സൗജന്യമായി 183 യാത്രക്കാരെ നാട്ടിലെത്തിച്ചാണ് ഓർമ്മ മാതൃകയായത്.
കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഖത്തറിലെ അൽ സിലിയ സെൻട്രൽ മാർക്കറ്റ് ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ പ്രവർത്തന സമയം ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. കുവൈറ്റിൽ രോഗനിയന്ത്രണങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടുകൂടി മാളുകളിലും മാർക്കറ്റുകളിലും തിരക്കേറി. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസുൽ ജനറലായി ഡോക്ടർ അമിൻ പൂരി സ്ഥാനമേൽക്കും. നിലവിൽ ബെർമിംഗ്ഹാമിലെ ഇന്ത്യൻ കോൺസുലേറ്റ് തലവനായ ഡോക്ടർ അമൽ പൂരി ജൂലൈ പകുതിയോടെ അധികാരമേൽക്കും. ഇപ്പോഴത്തെ കോൺസുൽ ജനറൽ വിപുൽ കാലാവധി പൂർത്തിയാക്കി ജൂലൈ 7-ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഒമാനിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് ഒമാൻ വിധിയയിൽ മരിച്ചത്. ബഹ്റൈനിൽ നിന്നും വന്ദേ ഭാരത് ദൗത്യത്തിന് കീഴിൽ നാട്ടിലേക്ക് പോകാൻ ഇന്ത്യൻ എംബസിയിൽ നിന്നും അവസരം ലഭിക്കുന്നവർ ഇനി എംബസിയിലേക്ക് പോകേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു. പകരം നേരിട്ട് എയർ ഇന്ത്യ ഓഫീസിലേക്ക് പോയാൽ മതിയെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. മറ്റ് നടപടികളെല്ലാം എയർ ഇന്ത്യ ഓഫീസിലായിരിക്കും ചെയ്യുക. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിലും മസീറ വിലായത്തിലും ഏർപ്പെടുത്തിയിട്ടുള്ള ലോക്ക്ഡൌൺ നീട്ടാൻ സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ജൂലൈ 17 വരെയാണ് ലോക്ക്ഡൌൺ നീട്ടിയത്. കഴിഞ്ഞ ജൂൺ 13-ന് ആരംഭിച്ച ലോക്ക്ഡൌൺ ജൂലൈ 3-നാണ് അവസാനിക്കേണ്ടിയിരുന്നത്. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവ് തടയാൻ ലക്ഷ്യമിട്ടാണ് രണ്ടിടങ്ങളിലും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ക്ലിനിക്കുകളിൽ ഇന്നു മുതൽ ബുക്കിംഗ് സൗകര്യം പ്രവർത്തനക്ഷമമായി. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്. വന്ദേ ഭാരത് ദൗത്യത്തിന്റെ 4ാം ഘട്ടം ഇന്നു മുതൽ ആരംഭിച്ചു. യുഎഇയിൽ നിന്നും ഇന്ത്യയിലേക്ക് 59 വിമാനങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുക. അതിൽ 39 വിമാനങ്ങളും കേരളത്തിലേക്കാണ്. ജൂലൈ 1 മുതൽ 14 വരെയാണ് ഇത്രയും സർവീസുകൾ നടത്തുക. വന്ദേ ഭാരത് ദൗത്യത്തിന്റെ 4ാം ഘട്ടത്തിൽ ബഹ്റൈനിൽ നിന്നും കേരളത്തിലേക്ക് 4 വിമാനങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് 10 സർവീസുകളുമാണ് നടത്തുന്നത്. യുഎഇയിലെ ചില മേഖലകളിൽ പള്ളികൾ ഉടൻ തുറക്കില്ലെന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. വ്യവസായ മേഖല, ലേബർ സിറ്റികൾ, ഷോപ്പിംഗ് മാളുകൾ, പാർക്കുകൾ എന്നിവിടങ്ങളിലെ പള്ളികൾ തുറക്കില്ല. അണുനശീകരണം ഉൾപ്പെടെ മുൻകരുതൽ നടപടികൾ ഇനിയും തുടരുമെന്നും അധികൃതർ അറിയിച്ചു. കലാ കുവൈറ്റ് ചാർജ് ചെയ്ത 4ാമത്തെ വിമാനം കുവൈറ്റിൽ നിന്നും കൊച്ചിയിലെത്തി. 322 പേരും 2 കൈക്കുഞ്ഞുങ്ങളുമടക്കം 324 യാത്രക്കാരാണ് 4ാമത്തെ വിമാനത്തിൽ നാട്ടിലെത്തിയത്. ഇതോടെ കല ചാർട്ട് ചെയ്ത 4 വിമാനങ്ങളിലായി ഇതുവരെ 1310 പേരാണ് നാട്ടിലെത്തിയത്. ഖത്തറിലെ ദേശീയ ലൈബ്രറി ജൂലൈ 15 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഞായർ മുതൽ വ്യാഴം വരെ ഉള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ 11 വരെയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 വരെയാകും പ്രവർത്തന സമയം. പ്രവേശന അനുമതി ലഭിക്കുക ഓൺലൈനിൽ മുൻകൂർ അനുമതി എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും. യുഎഇയിലെ രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. കോവിഡ് ബാധിതരെ കണ്ടെത്താനുള്ള പരിശോധനകൾ യുഎഇയിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. സൗദിയിലെ ട്രെയിൻ സേവനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. റിയാദ് ദമാം പ്രതിവാര ട്രെയിൻ സേവനങ്ങൾ 350 എണ്ണമായാണ് വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ 272 സേവനങ്ങളാണ് നടത്തുക.
ഇതോടെ പ്രതിവാര സീറ്റുകളുടെ എണ്ണം 47,000-ൽ നിന്നും 62,000-ആയി വർദ്ധിക്കും. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ അടച്ച മുംബൈ സൗദി കോൺസുലേറ്റ് വ്യാഴാഴ്ച തുറക്കും. ആദ്യഘട്ടത്തിൽ സൗദി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ റീ എൻട്രി പുതുക്കി നൽകും. മറ്റ് വിദേശികളുടെ റീ എൻട്രി സംബന്ധിച്ച് തീരുമാനം പിന്നീട് എടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദമാം നോർക്ക ഹെൽപ്പ് ഡെസ്കിന്റെ ആദ്യ ചാർട്ടേഡ് വിമാനം സൗദി അറേബ്യയിൽ നിന്നും കേരളത്തിലെത്തി. ദമാമിൽ നിന്നും കൊച്ചിയിലേക്കായിരുന്നു നോർക്ക ഹെൽപ്പ് ഡെസ്ക് ചാർട്ടർ ചെയ്ത ഗോ എയറിന്റെ ആദ്യ വിമാനം. 174 യാത്രക്കാരാണ് നാട്ടിലേക്ക് വന്നത്. ദുബായിൽ അനധികൃത വിൽപ്പന നടത്തിയ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ദുബായ് മുനിസിപ്പാലിറ്റി, ഫെഡറൽ ടാക്സ് അതോറിറ്റിയും ഫെഡറൽ കസ്റ്റം അതോറിറ്റിയും ചേർന്നാണ് പരിശോധന നടത്തിയത്. റാസൽ ഖോർ പ്രദേശത്തു നിന്നും 100 പെട്ടികളിലായി 4,582 പാക്കറ്റ് അനധികൃത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി ആരോഗ്യ സുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. സൗദിയിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ച് 6 മാസം പിന്നിടുമ്പോൾ മൊത്തം രോഗികളുടെ എണ്ണം 1,90,000 കവിഞ്ഞു. ഇതിൽ 1,30,000-ലേറെ പേർ രോഗമുക്തരായിട്ടുണ്ട്. ഇതുവരെ 1,649 പേരാണ് കോവിഡ് മൂലം സൗദിയിൽ മരിച്ചത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1.5 കോടി കവിഞ്ഞു. ആകെ മരണം 5,14,000 കടന്നു. അമേരിക്കയിലും ബ്രസീലിലും ഇന്ത്യയിലും രോഗം അതിതീവ്രമായി പടരുകയാണ്. അമേരിക്കയിൽ 37,963 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. ബ്രസീലിൽ 31,000-ൽ അധികം ആളുകൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബ്രസീലിൽ 1,200 പേർ 24 മണിക്കൂറിനിടെ മരിച്ചു. കോവിഡിൽ അമേരിക്കയിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായേക്കുമെന്ന് മുന്നറിയിപ്പ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ അമേരിക്കയിൽ കോവിഡ് രോഗികളുടെ എണ്ണം പ്രതിദിനം 1,00,000 പിന്നിടാനും സാധ്യതയുണ്ട്. നിലവിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന രോഗബാധിതരുടെ എണ്ണം 40,000-ആണ്. ഈ നില തുടർന്നാൽ പ്രതിദിനം 1,00,000 കേസുകളാകാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനീസ് കമ്പനികൾക്ക് നിരോധനം ഏർപ്പെടുത്തി അമേരിക്ക. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം. ഹുവായി, ZTE എന്നീ കമ്പനികൾക്കാണ് വിലക്ക്. ചൈനീസ് സൈനിക രഹസ്യാന്വേഷണ സർവീസുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് യൂണിവേഴ്സൽ സർവീസ് ഫണ്ടിന് കീഴിലുള്ള പദ്ധതികളുടെ വിതരണത്തിൽ നിന്നും കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. US ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷനാണ് കമ്പനികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ കാര്യം അറിയിച്ചത്. 59 ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിച്ച ഇന്ത്യൻ നടപടിക്ക് ബദലായി ചൈന. ഇന്ത്യൻ വെബ്സൈറ്റുകൾക്കും വാർത്താ വെബ്സൈറ്റുകൾക്കും ചൈനയിൽ പൂർണ്ണ വിലക്കെന്ന സൂചന. ഇന്ത്യൻ വെബ്സൈറ്റുകളും ന്യൂസ് വെബ്സൈറ്റുകളും ചൈനയിൽ VPN ഉപയോഗിച്ചു പോലും ഇപ്പോൾ ലഭ്യമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിച്ചതുവഴി ഇന്ത്യ ലോക വ്യാപാര കരാർ ലംഘിച്ചുവെന്ന് ചൈന. ചില പ്രത്യേക ചൈനീസ് ആപ്പുകളെ ലക്ഷ്യമിട്ട് വിവേചനപരമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചതെന്നും ചൈനീസ് എംബസി വക്താവ് അറിയിച്ചു. ചൈനീസ് ആപ്പുകൾ നിരോധിക്കുന്നത് വഴി ഇന്ത്യയിലെ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനീസ് ആപ്പുകൾ വിലക്കിയതിന് പിന്നാലെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നിയന്ത്രണത്തിന് മാർഗങ്ങൾ തേടി കേന്ദ്ര സർക്കാർ. ഉൽപ്പന്നങ്ങൾക്ക് ലൈസൻസിംഗ് ഏർപ്പെടുത്തുക, ഇറക്കുമതി തീരുവ 80% വർദ്ധിപ്പിക്കുക എന്നീ കാര്യങ്ങളിൽ സർക്കാർ ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. എയർ കണ്ടീഷണർ, ടെലിവിഷൻ സെറ്റുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനുള്ള പാർട്സുകളുടെ ഇറക്കുമതിക്കും നിയന്ത്രണം കൊണ്ടുവരുമെന്നാണ് സൂചന. ചൈനയുമായുള്ള സംഘർഷത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് ഫ്രാൻസ്.
20 ഇന്ത്യൻ സൈനികരുടെ ജീവത്യാഗത്തിൽ സഹാനുഭാവം പ്രകടിപ്പിച്ചും ഫ്രഞ്ച് സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണ അറിയിച്ചുമാണ് പ്രതിരോധ മന്ത്രിയുടെ കത്ത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കും മുൻനിര യുദ്ധവിമാനങ്ങൾക്കും നൽകുന്ന തന്ത്രപ്രധാന പങ്കാളി എന്ന നിലയ്ക്ക് ഫ്രാൻസിന്റെ പിന്തുണ ഇന്ത്യക്ക് ആശ്വാസമാണ്. ഇറാൻ കമാൻഡർ ഖാസിം സുലൈമാനി വധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഇറാൻ നടപടിക്ക് തിരിച്ചടി. ട്രംപിനെ പിടികൂടാൻ സഹായിക്കണമെന്ന ഇറാന്റെ ആവശ്യം ആഗോള അന്വേഷണ ഏജൻസിയായ ഇന്റർപോൾ തള്ളി. ട്രംപിന് പുറമെ സുലൈമാനിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന 35 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർക്കെതിരെ കൊലപാതക, തീവ്രവാദ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കോവിഡ്-19 പിന്നിൽ ചൈനയാണെന്ന വാദം ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തങ്ങൾക്ക് കോവിഡിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ലെന്ന ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ചൈനയ്ക്കെതിരെ വീണ്ടും ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്ക് ചൈനയോടുള്ള ദേഷ്യം കൂടി വരികയാണെന്നും ട്രംപ് പറഞ്ഞു. പാകിസ്ഥാൻ പൈലറ്റുമാരുടെ ലൈസൻസിൽ അവ്യക്തത തോന്നിയതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ പാകിസ്ഥാൻ രാജ്യാന്തര എയർലൈൻസിന് വിലക്ക് ഏർപ്പെടുത്തി. 6 മാസത്തെ വിലക്കാണ് ഏർപ്പെടുത്തിയത്. 262 പാകിസ്ഥാൻ പൈലറ്റുമാരുടെ ലൈസൻസിൽ അവ്യക്തത തോന്നിയതുകൊണ്ടാണ് തീരുമാനമെടുത്തതെന്ന് എയർ സേഫ്റ്റി ഏജൻസി വക്താവ് അറിയിച്ചു. അതേസമയം കോവിഡ് ഭീതിയിൽ മാർച്ച് പകുതിയോടെ അടച്ച അതിർത്തികൾ ജൂലൈ 1 മുതൽ തുറക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ വിഘടനവാദവും ഭീകരവാദ പ്രവർത്തനങ്ങളും വിദേശ ഇടപെടലുകളും തടയുന്നതിന് ചൈന ദേശീയ സുരക്ഷാ നിയമം പാസാക്കി. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭീഷണി അവഗണിച്ചാണ് ചൈന പാർലമെന്റായ പീപ്പിൾസ് കോൺഗ്രസിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏകകണ്ഠമായി നിയമം പാസാക്കിയത്. പ്രസിഡന്റ് ഷീ ജിൻപിങ് നിയമത്തിൽ ഒപ്പിട്ടു. കാലിഫോർണിയയെ വിറപ്പിച്ച കുപ്രസിദ്ധ പരമ്പര കൊലയാളി ജോസഫ് ജെയിംസ് ഡി ആഞ്ചലോ ജൂനിയർ ഒടുവിൽ കോടതിയിൽ കുറ്റം സമ്മതം നടത്തി. ഗോൾഡൻ സ്റ്റേറ്റ്സ് കില്ലർ എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അറിയപ്പെട്ടിരുന്ന മുൻ അമേരിക്കൻ പോലീസ് ഉദ്യോഗസ്ഥൻ 13 കൊലപാതകത്തിലും 50ഓളം ബലാത്സംഗ കേസുകളിലും പ്രതിയാണ്. തടവുകാരുടെ വേഷത്തിൽ മാസ്ക് ധരിപ്പിച്ച് ചക്രക്കസരയിലിരുത്തിയാണ് ഡി ആഞ്ചലോയെ പോലീസ് കോടതി മുറിയിലേക്ക് കൊണ്ടുവന്നത്. ചൈനയിൽ മറ്റൊരു ഇനം പകർച്ചപ്പനി വൈറസിനെ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ. 2010നും 2018നും ഇടയിൽ പന്നികളിൽ നടത്തിയ നിരീക്ഷണത്തിൽ നിന്നാണ് G4 ജനിതക സ്വഭാവമുള്ള വൈറസിനെ കണ്ടത്. PNAS എന്ന ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത്. പന്നികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാമെന്ന് കണ്ടെത്തിയെങ്കിലും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുമെന്ന് കണ്ടെത്തിയിട്ടില്ല. ലോകത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ച് US പിന്തുണയോടെ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങൾ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനത്തിന് തിരിച്ചടി. ഇന്നു മുതൽ നടപടി ആരംഭിക്കാനാണ് ആലോചിച്ചിരുന്നതെങ്കിലും US-ൽ നിന്നും ഇതിനുള്ള പച്ചക്കൊടി കിട്ടിയിട്ടില്ലെന്ന് ഇസ്രയേൽ മന്ത്രി സീവ് എൽകിൻ വ്യക്തമാക്കി. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെ ക്ലിനിക്കിലുണ്ടായ സ്ഫോടനത്തിൽ 19 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. വാതക ചോർച്ചയാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് തെഹ്റാൻ ഡെപ്യൂട്ടി ഗവർണർ അറിയിച്ചു. സ്ഫോടന സമയത്ത് ക്ലിനിക്കിൽ 25 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ചെറിയ സർജറികളും മറ്റുമാണ് ക്ലിനിക്കിൽ നടത്തിയിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. മുംബൈയിൽ എന്താണ് സംഭവിച്ചത്? അത് കറാച്ചിയിലും ആവർത്തിക്കാൻ ശ്രമിച്ചു. അനിശ്ചിതത്വം പരത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഇന്ത്യയാണ് ഇത് ചെയ്തതെന്നതിൽ തങ്ങൾക്ക് സംശയമില്ലെന്നും ഇമ്രാൻഖാൻ ദേശീയ അസംബ്ലിയിൽ പറഞ്ഞു. കിഴക്കൻ ലഡാക്കിലുള്ള പാങ്കോങ് തടാകത്തോട് ചേർന്നുള്ള മലനിരകളിൽ സേനാ പിന്മാറ്റത്തിന് ഉപാധി വെച്ച് ചൈന. ഉപാധിയുടെ മറവിൽ കൂടുതൽ കടന്നുകയറ്റത്തിന് ചൈന ശ്രമിച്ചേക്കാമെന്ന സംശയത്തിൽ അതീവ ജാഗ്രത തുടരുകയാണ് ഇന്ത്യൻ സേന. അതിർത്തി തർക്കം പരിഹരിക്കാൻ ഇന്ത്യൻ ഭാഗത്ത് ഉന്നത സേനാ കമാൻഡർമാർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സേനകളുടെ പൂർണ്ണ പിന്മാറ്റത്തിന് ഇനിയും സമയമെടുക്കുമെന്നാണ് സൂചനകൾ.
അമേരിക്കയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. രാജ്യത്തെ 3 സംസ്ഥാനങ്ങളിൽ 7000-ലേറെ കോവിഡ് കേസുകളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തത്. കാലിഫോർണിയ, ഫ്ലോറിഡ, ടെക്സസ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഞെട്ടിക്കും വിധം കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത്. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കൂട്ടപ്പിരിച്ചുവിടലുമായി എയർലൈൻ കമ്പനിയായ എയർബസ് 15,000 പേരെയാണ് കമ്പനി പിരിച്ചുവിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രിട്ടനിൽ നിന്നും 1700 പേരെയും ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും 1000-ലേറെ പേരെയുമാണ് കമ്പനി പിരിച്ചുവിടുന്നത്. ലോകത്താകമാനം 1,34,000 പേരാണ് എയർബസ് വിമാന കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഈജിപ്ഷ്യൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിൽ 7 കോവിഡ് രോഗികൾ മരിച്ചു. വടക്കൻ ഈജിപ്തിലെ അലക്സാൻഡ്രിയ നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കോവിഡ് വാർഡിലാണ് തീപിടുത്തമുണ്ടായത്. വാർഡിലെ എയർ കണ്ടീഷണറിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് റിപ്പോർട്ട്. എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വൻതോതിൽ തീ വ്യാപിക്കുകയായിരുന്നു. പ്രവാസി സർവാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.